റിസർവ് ബാങ്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയ ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് സിപിഎം മാർച്ച് നടത്തി. ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടണമെന്ന് സിപിഎം. ചേലക്കരയിൽ കാട്ടാനയുടെ വിളയാട്ടം. വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. തൃക്കൂർ കുഞ്ഞനംപാറ റോഡിൽ കോനിക്കരയിൽ രൂപപ്പെട്ട കുഴികൾ അപകടക്കെണിയാകുന്നു. ഇരുചക്രവാഹനങ്ങളാണ് കുഴിയിൽ വീണ അപകടത്തിൽപ്പെടുന്നത്. അതിരപ്പള്ളി തുമ്പൂർമുഴിയിൽ വിനോദസഞ്ചാരികളുടെ കാർ ആക്രമിച്ച് കാട്ടാന. പാഞ്ഞെടുത്ത കൊമ്പൻ വാഹനത്തിന്റെ ഗ്ലാസും ഡോറും തകർത്തു. ആർക്കും പരിക്കില്ല. വാർത്തകൾ വിശദമായി. റിസർവ് ബാങ്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയ ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് സിപിഎം പ്രവർത്തകർ മാർച്ച് നടത്തി. ബാങ്ക് ഭരിക്കുന്ന കോൺഗ്രസ് ഭരണസമിതി പിരിച്ചുവിടണമെന്നും നിക്ഷേപകർക്ക് പണം ലഭ്യമാക്കണമെന്നും അഴിമതി നടത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ബാങ്കിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ സേവ്യർ ചിറ്റിലപ്പള്ളി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. സിപിഎം ഏരിയ സെക്രട്ടറി വി മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു. ഉല്ലാസ് കളക്കാട്ട്, കെആർ വിജയ, ആർ.എൽ. ശ്രീലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കരയിൽ കാട്ടാനയുടെ വിളയാട്ടം. വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഓണവിപണി ലക്ഷ്യമിട്ട് വിളവെടുപ്പിന് പാകമായി നിന്ന ചങ്ങാലിക്കോടൻ വാഴത്തോട്ടം ഒറ്റയാൻ നശിപ്പിച്ചു. ചേലക്കര തോന്നൂർക്കരയിൽ ശനിയാഴ്ച പുലർച്ചെയാണ് ഒറ്റയാന്റെ ആക്രമണം. പാകമായ 25ലധികം നേന്ത്രവാഴകളും തെങ്ങുകളും റബ്ബർ മരങ്ങളും നശിച്ചതോടെ ഏകദേശം 25,000 രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകൻ പറയുന്നു. പടിക്കാറ്റുമുറി മാട്ടിങ്ങൽ സ്വദേശി മനപ്പടിക്കൽ അരവിന്ദാക്ഷന്റെ വീടിനോട് ചേർന്നുള്ള 1 ഏക്കറോളം വരുന്ന പുരയിടത്തിലാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. കർഷകരുടെ വീടുകളിൽ നിന്നും 50 മീറ്റർ മാത്രം അകലെയാണ് കാട്ടാന എത്തിയത്. ഇതോടെ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ്. വന്യജീവികളുടെ ആക്രമണം ഇവിടെ പതിവായിട്ടും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്തത് കർഷകരെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തിയിട്ടുണ്ട്. വനമേഖലയോട് ചേർന്നുള്ള പലയിടങ്ങളിലും സൗരോർജ്ജ വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം തകർത്ത് ആനകൾ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സംവിധാനങ്ങൾ ഫലപ്രദമല്ലെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. മേഖലയിൽ സൗരവൈദ്യുത തൂക്കുവേലി സ്ഥാപിക്കണമെന്നാണ് കർഷകരും പ്രദേശവാസികളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. അധികൃതർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. TCV ചേലക്കര. തൃക്കൂർ കുഞ്ഞനംപാറ റോഡിൽ കോനിക്കരയിൽ രൂപപ്പെട്ട കുഴികൾ അപകടക്കെണിയാകുന്നു. ഇരുചക്രവാഹനങ്ങളാണ് കുഴിയിൽ വീണ അപകടത്തിൽപ്പെടുന്നത്. നിരവധി അപകടങ്ങളാണ് അടുത്തിടെയായി തൃക്കൂർ കുഞ്ഞനംപാറ റോഡിൽ സംഭവിച്ചത്. തൃക്കൂർ പുത്തൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള കലുങ്കിനോട് ചേർന്ന് രൂപപ്പെട്ട കുഴികൾ അകലെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാതെ വരുന്നതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. കുഴിയിൽ വീഴുന്ന ഇരുചക്രവാഹനങ്ങളിൽ നിന്ന് യാത്രക്കാർ തെറിച്ചു വീണാണ് പരിക്കേൽക്കുന്നത്. 1.5 മാസത്തിനിടെ 20ഓളം അപകടങ്ങളാണ് ഈ കുഴിയിൽ വീണുണ്ടായത്. ഏതാനും നാളുകൾക്ക് മുൻപാണ് ഇവിടെ കുഴികൾ രൂപപ്പെട്ടത്. മഴ ശക്തമായതോടെ വെള്ളക്കെട്ടും രൂക്ഷമായി. ഇതോടെ കുഴികൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായി. കഴിഞ്ഞ ദിവസം മാത്രം 2 അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. കല്ലൂർ സ്വദേശിയായ യുവതിക്ക് സ്കൂട്ടർ മറിഞ്ഞും അംഗപരിമിതനായ ലോട്ടറി വിൽപ്പനക്കാരന്റെ മുച്ചക്രവാഹനം മറിഞ്ഞും അപകടം സംഭവിച്ചു. അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച റോഡിൽ രൂപപ്പെട്ട കുഴികൾ നികത്തി അപകടങ്ങൾ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV പുതുക്കാട്. അതിരപ്പള്ളി തുമ്പൂർമുഴിയിൽ വിനോദസഞ്ചാരികളുടെ കാർ കാട്ടാന ആക്രമിച്ചു. ആർക്കും പരിക്കില്ല. അതിരപ്പള്ളിയിലേക്ക് പോയതായിരുന്നു മലപ്പുറത്ത് നിന്നുള്ള കുടുംബം. റോഡരികിൽ 2 ആനകൾ നിൽക്കുന്നത് കണ്ടപ്പോൾ കാർ നിർത്തിയിട്ടു. ഇതിനിടെ പിന്നിൽ നിന്നും എത്തിയ മറ്റൊരാനയാണ് കാർ ആക്രമിച്ചത്. പിൻഭാഗത്തെ ഗ്ലാസും ഡോറും തകർന്നു. ഇതോടെ വാഹനത്തിലുണ്ടായിരുന്ന കുട്ടികൾ പേടിച്ച് നിലവിളിച്ചു. സമീപത്തെ മറ്റു വാഹനത്തിലുള്ളവർ ഒച്ചവെച്ചതോടെ ആനകൾ കാട്ടിലേക്ക് കയറിപ്പോയി. എന്നാൽ ഭയപ്പാടിലായ സംഘം മലപ്പുറത്തേക്ക് തിരിച്ചുപോയി. ചാവക്കാട് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നടപടിയുണ്ടാകണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. മുതുവട്ടൂർ കോടതി പരിസരം മുതൽ ചാവക്കാട് ബൈപ്പാസ് വരെ ഗതാഗത തടസ്സം പതിവാണെന്നും ഓവുങ്കലിൽ പ്രവർത്തിക്കുന്ന സുഡിയോ എന്ന സ്ഥാപനത്തിലേക്കുള്ള വാഹനങ്ങളുടെ വരവ് മൂലം ഗതാഗത തടസ്സം രൂക്ഷമാകുന്നുവെന്നും ഇതിന് പരിഹാരം കാണണമെന്നും INC പ്രതിനിധി KH ഷാഹുൽ ഹമീദ് പറഞ്ഞു.
ഓവുങ്കൽ മുതൽ ആശുപത്രിപ്പടി വരെ അനധികൃത പാർക്കിംഗ് ഉള്ളതിനാൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്ന അവസ്ഥയാണ്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ തഹസിൽദാർ MK കിഷോർ ചാവക്കാട് പോലീസിനും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനും കത്ത് നൽകുമെന്ന് അറിയിച്ചു. മൂന്നാം കല്ല് വട്ടേക്കാട് റോഡിൽ വിള്ളൽ രൂപപ്പെട്ടതായി കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാലിഹ ഷൌക്കത്ത് പറഞ്ഞു. ചാവക്കാട് പുതിയ പാലത്തിൽ കുഴികൾ രൂപപ്പെടുന്ന സംഭവത്തിൽ ദേശീയപാത അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് NCP പ്രതിനിധി MK ഷംസുദ്ദീൻ ഉന്നയിച്ചു. അതേസമയം തന്നെ നിർദ്ദേശങ്ങൾ പറയുവാൻ അനുവദിച്ചില്ലെന്നും മയക്ക് തന്നില്ലെന്നും ഇതിൽ പ്രതിഷേധമുണ്ടെന്നും INL പ്രതിനിധി RP റഷീദ് ആരോപിച്ചതോടെ യോഗത്തിൽ പ്രതിനിധികൾ തമ്മിൽ വാക്കുതർക്കം നടന്നു. തുടർന്ന് തഹസിൽദാർ ഇടപെട്ട് തർക്കം പരിഹരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. അതിരപ്പിള്ളിയിലെ ആദിവാസി ഉന്നതികളിൽ ചാരായ വിൽപ്പന നടത്തി വന്നിരുന്ന യുവാവിനെ ചാലക്കുടി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വെറ്റിലപ്പാറ സ്വദേശി കല്ലേലി വീട്ടിൽ വിനീഷിനെയാണ് ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്ക് കൊണ്ടുപോയിരുന്ന 1.5 ലിറ്റർ ചാരായവും പിടിച്ചെടുത്തു. എരുമപ്പെട്ടിയിൽ ബസ് യാത്രക്കാരിയായ വീട്ടമ്മയുടെ സ്വർണം കവർന്നു. കൊന്നലൂർ വീട്ടിൽ യൂസഫ് മുസ്ലിയാരുടെ ഭാര്യ ഹമീദ ബീവിയുടെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 1 പവന്റെ കോയിനും 1 ഗ്രാമിന്റെ മോതിരവുമാണ് കവർന്നത്. കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിലോടുന്ന ജോഷിമോൻ ബസ്സിലായിരുന്നു സംഭവം. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. ഇടവേള. ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. 1 ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ദാ ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. വാർത്തയിലേക്ക്. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി അറസ്റ്റിലായി. കയ്പമംഗലം ബോർഡ് സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ ഷാബിത്തിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇൻസ്പെക്ടർ R ബിജു, SI T അഭിലാഷ്, CPOമാരായ ജോസഫ്, സുജിത്, ജിനേഷ് എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തി. എടത്തിരുത്തി കുട്ടമംഗലം സ്വദേശി പോക്കാക്കില്ലത്ത് വീട്ടിൽ ബഷീറിനെയാണ് DIGയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്ക് നാടുകടത്തിയത്. കയ്പമംഗലം, കാട്ടൂർ, വലപ്പാട് പോലീസ് സ്റ്റേഷനുകളിലായി 7 തട്ടിപ്പ് കേസുകളിലും വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ 1 കേസിലും പ്രതിയാണ് ബഷീർ. കാലിൽ പരിക്കേറ്റ് വിശ്രമത്തിൽ കഴിയുന്ന CC മുകുന്ദൻ MLAയെ CPI ദേശീയ വൈസ് പ്രസിഡന്റ് KE ഇസ്മയിൽ സന്ദർശിച്ചു. MLAയുടെ വീടിന്റെ ജപ്തി നടപടികൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ പാർട്ടിക്ക് കഴിയുമെന്ന് KE ഇസ്മയിൽ പറഞ്ഞു. കേരളം ലോകത്തിന് മുൻപാകെ അവതരിപ്പിക്കുന്ന നിരവധിയായ മാതൃകകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയെന്ന് മന്ത്രി R ബിന്ദു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ദിനാഘോഷവും തൃശൂർ റൂറൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി പുതിയതായി ആരംഭിച്ച സ്കൂളുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. SPC ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ സെറിമണിയിൽ പരേഡിൽ മന്ത്രി R ബിന്ദു സല്യൂട്ട് സ്വീകരിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ സ്കൂളിൽ നടന്ന ചടങ്ങിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ പതാക ഉയർത്തി. തൃശൂർ ജില്ലാ നോഡൽ ഓഫീസർ TS സിനോജ്, മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പിള്ളി, ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, കൊടുങ്ങല്ലൂർ DYSP VK രാജു, ചാലക്കുടി DYSP PC ബിജുകുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP PR ബിജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി തടങ്കലിലാക്കിയതിൽ പ്രതിഷേധിച്ച് പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മൌനജാഥ നടത്തി. പള്ളിയിൽ നിന്നും പുത്തൂർ സെന്ററിലേക്ക് നടത്തിയ മൌനജാഥയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വികാരി ഫാദർ ജോജു പനക്കൽ, ഡീക്കൻ മൈക്കിൾ, ഏകോപന സമിതി കൺവീനർ പ്രിൻസ് ഐനിക്കൽ, കൈക്കാരന്മാരായ സന്തോഷ് ആട്ടോക്കാരൻ, ഷോയി മാളിയേക്കൽ, സണ്ണി മാളിയേക്കൽ, ഷാജി തട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേരിൽ ആദ്യ സ്മാരകം അന്നമനട പഞ്ചായത്തിലാണെന്ന് മന്ത്രി P രാജീവ്. അന്നമനട പഞ്ചായത്തിൽ VS അച്യുതാനന്ദൻ സ്മാരക ഹാൾ ഉദ്ഘാടനവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നിർവഹിക്കുകയായിരുന്നു
മന്ത്രി VR സുനിൽകുമാർ MLA അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, TK സതീശൻ, മഞ്ജു സതീശൻ, KA ഇക്ബാൽ, OC രവി എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ കോളേജുകളിലും റീജിയണൽ ക്യാൻസർ സെന്ററുകളിലും മാത്രമാണ് ക്യാൻസർ ചികിത്സ നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് ജില്ലാ ആശുപത്രികളിലേക്ക് ചികിത്സ വികേന്ദ്രീകരിക്കാനായത് സാധാരണ ജനവിഭാഗങ്ങൾക്ക് ഏറെ ആശ്വാസമായെന്ന് മന്ത്രി വീണ ജോർജ്. കൊരട്ടി, തിരുമുടിക്കുന്ന്, ഗാന്ധിഗ്രാം, ത്വക്ക് രോഗ ആശുപത്രിയിൽ നിർമ്മിച്ച പുതിയ IP കെട്ടിടത്തിന്റെയും റീജിയണൽ ട്രെയിനിംഗ് സെന്റർ ഹോസ്റ്റലിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡോക്ടർമാർക്കുള്ള പരിശോധനാ മുറി, നഴ്സിംഗ് സ്റ്റേഷൻ, മിനി ഓപ്പറേഷൻ തിയേറ്റർ, ലാബ് അടക്കം ആധുനിക ക്രമീകരണങ്ങളാണ് 2 ബ്ലോക്കുകളിലായി നിർമ്മിച്ച IP വിഭാഗത്തിൽ ഒരുക്കിയിട്ടുള്ളത്. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, ജില്ലാ മെഡിക്കൽ ഓഫീസർ TP ശ്രീദേവി, ആരോഗ്യവകുപ്പ് ഡയറക്ടർ KJ റീന തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചവാദ്യ തിമിൽ ആചാര്യൻ ചോറ്റാനിക്കര നാരായണ മാരാരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ 25ാമത് വാദ്യകലാരത്നം സുവർണമുദ്ര പുരസ്കാരം പഞ്ചവാദ്യം പ്രമാണി തൃക്കൂർ രാജൻ മാരാർക്ക് സമർപ്പിച്ചു. ചോറ്റാനിക്കരയിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് ഭാരവാഹി സത്യനാരായണ മാരാർ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. മാധ്യമപ്രവർത്തകൻ R ശ്രീകണ്ഠൻ നായർ സുവർണമുദ്ര പുരസ്കാരം സമർപ്പിച്ചു. മേജർ രവി, പാർമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ്, ഇന്ദു കലാധരൻ, ഡോക്ടർ സജി R കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ശരീരനായ കീഴെടുത്ത് മാരാത്ത ശ്രീ ഗോപാലൻ, ശ്രീ ചിറക്കൽ നിതീഷ് മാരാർ ക്ഷണിക്കുന്നു. സന്തോഷം എങ്ങനെയാണ് പറയണതെന്ന് എനിക്കറിയില്ല. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരോടും ആത്മാർത്ഥമായി. ആമ്പല്ലൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പൈനാടത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ജോലി ചെയ്തിരുന്ന മരത്താക്കര കുഞ്ഞനംപാറ സ്വദേശി പുഴയ്ക്കൽ വീട്ടിൽ 64 വയസ്സുള്ള ഭാസ്കരനാണ് മരിച്ചത്. ശാരീരിക അസ്വസ്ഥതകൾ മൂലം ഏതാനും നാൾ അവധിയിലായിരുന്ന ഭാസ്കരൻ വെള്ളിയാഴ്ചയാണ് തിരികെ ജോലിയിൽ പ്രവേശിച്ചത്. മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഭാസ്കരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് കൂമ്പുഴയിൽ വഴിയോര വിശ്രമ കേന്ദ്രം സ്ഥാപിക്കും. ബൈപ്പാസ് റോഡിലെ സൌന്ദര്യവൽക്കരണ പ്രവൃത്തികൾ MLA AC മൊയ്തീനും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും സന്ദർശിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, കടങ്ങോട് പ്രസിഡന്റ് മീന സാജൻ, വൈസ് പ്രസിഡന്റ് പുരുഷോത്തമൻ, പോർക്കുളം പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, KRFB AE സജിത് EA, AE മൈഥിലി, ബാബ് കൺസ്ട്രക്ഷൻസിന്റെ പ്രതിനിധികൾ തുടങ്ങിയവർ സന്നിധരായിരുന്നു. ഇയാൽ പാടശേഖരത്തോട് ചേർന്ന് കൂമ്പുഴ പാലത്തിനടുത്തുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലത്ത് മനോഹരമായ പാർക്കും വഴിയോര വിശ്രമ കേന്ദ്രവും സ്ഥാപിക്കാൻ പ്രപ്പോസൽ സമർപ്പിക്കാൻ MLA ആവശ്യപ്പെട്ടു. കുന്നംകുളം, മണലൂർ നിയോജകമണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ ബൈപ്പാസ് റോഡിന് 9.88 കിലോമീറ്റർ നീളമാണുള്ളത്. കുറാഞ്ചേരി വേലൂർ റോഡിൽ കേച്ചേരിയിൽ നിന്നാരംഭിച്ച് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ അക്കിക്കാവിൽ അവസാനിക്കുന്ന റോഡ് കിഫ്ബി മാനദണ്ഡ പ്രകാരം 12 മീറ്റർ വീതിയിലാണ് നവീകരിച്ചിട്ടുള്ളത്. TCV ന്യൂസ്, കുന്നംകുളം. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ നാട്ടിക ഏരിയ സമ്മേളനം ഏരിയ സെക്രട്ടറി TS മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ED രാജേഷ് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MG കിരൺ, MG ജ്യോതി എന്നിവർ സംസാരിച്ചു. വൈദ്യുത ജോലികൾ ചെയ്യുന്നത് ലൈസൻസ് ഉള്ള അംഗീകൃത തൊഴിലാളികൾ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കെട്ടിടങ്ങളിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന നടത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു.
ആളൂർ രാജർഷി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഗമ മാധവാചാര്യ സംസ്കൃത ഛാത്ര സമിതിയുടെ 15ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഗുരുകുല സ്ഥാപകാചാര്യൻ ഡോക്ടർ കരുമാത്ര വിജയൻ ശാന്തി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക ജൂലിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. TCV റിപ്പോർട്ടർ ശ്രീകേഷ് വെള്ളാനിക്കരയെയും സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ ബെറ്റി, ലൌലി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ മഹേഷ് ബാബു, സീരിയൽ താരം ഗിരീഷ് ഗംഗാധരൻ, കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയദേവൻ, മറിമായം താരം എയിംബൽ ആന്റണി, പ്രിൻസിപ്പാൾ TJ ലൈസൺ എന്നിവർ സംസാരിച്ചു. കേരള കലാമണ്ഡലം കൂടിയാട്ടം വിഭാഗം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അന്തർദേശീയ കൂടിയാട്ട മഹോത്സവം സമാപിച്ചു. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന സമാപന സമ്മേളനം മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KG പൌലോസ്, കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, അരുൺ വാര്യർ, സജിത്ത് വിജയൻ, സംഗീത ചാക്യാർ തുടങ്ങിയവർ സംസാരിച്ചു. മഹാരാഷ്ട്രയിലെ ലോകമാന്യ തിലക് സംസ്കൃത പുരസ്കാരം നേടിയ സംസ്കൃത പണ്ഡിതൻ, കലാമണ്ഡലം മുൻ അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ CM നീലകണ്ഠനെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മാളയിൽ സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയെന്ന് ആരോപിച്ചുള്ള പരാതിയിൽ കേസെടുത്ത സംഭവത്തിൽ DCC ജനറൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP ധർണ നടത്തി. മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷത വഹിച്ചു. ഭരണസ്വാധീനം ഉപയോഗിച്ച് CPM എരുമപ്പെട്ടി പഞ്ചായത്തിൽ അഴിമതി നടത്തുകയാണെന്ന് ആരോപിച്ചും പഞ്ചായത്തിലും ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിലും CPM നടത്തിയ ക്രമക്കേടുകളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. മങ്ങാട് സെന്ററിൽ നടത്തിയ ഉപവാസ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, മഹിളാ കോൺഗ്രസ് കടവലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, ജില്ലാ സെക്രട്ടറി KR രാധിക, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം വാഴാനി റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനായി കാന നിർമ്മാണത്തിനായി 70 ലക്ഷം രൂപ അനുവദിച്ചതായി സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA അറിയിച്ചു. 870 മീറ്റർ നീളത്തിലാണ് കാന നിർമ്മിക്കുന്നത്. ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ ഓട്ടുപാറയിലും ഒന്നാം കല്ലിലുമായി 470 മീറ്റർ റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് ഡ്രെയിൻ നിർമ്മാണത്തിനായി സ്പെഷ്യൽ റിപ്പർ സ്കീമിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപയും അനുവദിച്ചതായി MLA അറിയിച്ചു. പുത്തൂർ ഫൊറോന കൌൺസിലിന്റെ നേതൃത്വത്തിൽ 2ാമത് വിയാനി പദയാത്ര ഞായറാഴ്ച നടക്കും. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ നിന്നും മാന്നാമംഗലം പള്ളിയിലേക്കാണ് പദയാത്ര നടത്തുന്നത്. തൃശൂർ അതിരൂപത പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ പതാക ഉയർത്തും. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പദയാത്ര ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം നിർവഹിക്കും. പുത്തൂർ ഫൊറോന കൌൺസിൽ ഭാരവാഹികളായ ഫാദർ ജോജു പനക്കൽ, മാന്നാമംഗലം പള്ളി വികാരി ഫാദർ പ്രിൻസ് നായങ്കര, ഫൊറോന കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുജറാത്തിൽ നടന്ന 5ാമത് നാഷണൽ സബ് ജൂനിയർ റെസ്ലിംഗ് 60 കിലോഗ്രാം മത്സരത്തിൽ കടങ്ങോട് സ്വദേശിനി OA റിയ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. കണ്ണൂർ GVHSS സ്പോർട്സ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കടങ്ങോട് സ്വദേശി OK അജിയുടെയും രമ്യയുടെയും മകളാണ് റിയ. കൊണ്ടാഴി പഞ്ചായത്തിലെ 4ാം വാർഡിലെ തകർന്നു കിടക്കുന്ന റോഡുകളിലും കാവുവട്ടം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ശോച്യാവസ്ഥയിലും പ്രതിഷേധിച്ച് CPM പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. CPM പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി T ഗോകുലൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. CPM നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CA സുനിൽകുമാർ, ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം P ഗോകുലൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല പഞ്ചായത്ത് ഭരണം കൈയാളുന്ന UDF BJP അവിശുദ്ധ സഖ്യം അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയെന്നാരോപിച്ച് തിരുവില്ലാമല പഞ്ചായത്ത് ഓഫീസിലേക്ക് CPM മാർച്ച് നടത്തി.
CPM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. CPM തിരുവില്ലാമല വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി KR മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി KP ഉമാശങ്കർ, പട്ടികജാതി ക്ഷേമ സമിതി ഏരിയ സെക്രട്ടറി C ഗോപദാസ്, CPM തിരുവില്ലാമല ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S ദിലീപ്, തിരുവില്ലാമല പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിലെ തിരുനാളിന് ഫാദർ ജോസഫ് തൈക്കാടൻ കൊടിയേറ്റി. തിരുനാളിനോടനുബന്ധിച്ചുള്ള സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി, ജനറൽ കൺവീനർ ബിജു പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 15-നാണ് തിരുനാൾ ആഘോഷം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയും വടക്കാഞ്ചേരി മേഖലയും ചെറുതുരുത്തി പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രവും സംയുക്തമായി ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിൽ സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. AKPA തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PN സുനിൽ അധ്യക്ഷത വഹിച്ചു. AKPA സംസ്ഥാന സെക്രട്ടറി CJ ടൈറ്റസ്, പഞ്ചകർമ്മ അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ സജീവ് കുമാർ, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂസഫ്, മണി ചെറുതുരുത്തി തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി മേഖലാ സമ്മേളനം മങ്ങാട് നടന്നു. സമ്മേളനം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് MV വിനീത് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ PC അബാൽമണി, മേഖലാ സെക്രട്ടറി NM മിഥുൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് CR കാർത്തിക, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി സെക്രട്ടറി MV വിനീത, പ്രസിഡന്റ് VV വിവേക്, ട്രഷറർ CS അപർണ എന്നിവരെ തെരഞ്ഞെടുത്തു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. റിസർവ് ബാങ്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയ ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് CPM മാർച്ച് നടത്തി. ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടണമെന്ന് CPM. ചേലക്കരയിൽ കാട്ടാനയുടെ വിളയാട്ടം. വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. തൃക്കൂർ കുഞ്ഞനംപാറ റോഡിൽ കോനിക്കരയിൽ രൂപപ്പെട്ട കുഴികൾ അപകടക്കെണിയാകുന്നു. ഇരുചക്രവാഹനങ്ങളാണ് കുഴിയിൽ വീണ അപകടത്തിൽപ്പെടുന്നത്. അതിരപ്പിള്ളി തുമ്പൂർമുഴിയിൽ വിനോദസഞ്ചാരികളുടെ കാർ ആക്രമിച്ച് കാട്ടാന. പാഞ്ഞെടുത്ത കൊമ്പൻ വാഹനത്തിന്റെ ഗ്ലാസും ഡോറും തകർത്തു. ആർക്കും പരിക്കില്ല. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.